ന്യൂസിലാൻഡിൽ ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഒത്തിരി മലയാളികൾ ഹെവി ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ന്യൂസിലാൻഡിലെ ആദ്യത്തെ ട്രക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് മലയാളത്തിൽ ചെയ്തത് നമ്മുടെ ചാനലിലാണ്. നമ്മുടെ ചാനലൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഹെവി ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ ഒരു ലൈസൻസ് എടുക്കുന്ന പ്രോസസ്സ്, എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്, അതിന് ട്രക്ക് എവിടെ നിന്ന് കിട്ടും, അങ്ങനെ ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ റീസെൻ്റായിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വന്ന കുറച്ച് കമൻസിന് റെസ്പോൺസ് ആയിട്ടാണ്. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത ഒരു ലെങ്തി വീഡിയോയുടെ ഒരു പോർഷൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ആ ഒരു ഭാഗം കാണിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ മറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാം, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ട്രക്ക് ഡ്രൈവിങ്ങിൽ വൺസ് നമ്മൾ ഒരു ട്രക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 days 3 days കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വീട്ടിൽ വരുള്ളൂ. അപ്പോൾ ഒരു വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് വളരെ ലെങ്തി വർക്കിംഗ് അവേഴ്സാണ്. നമ്മുടെ ഫാമിലി ലൈഫിനെ ഒത്തിരി നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ജോലിയാണ് ഹെവി ഡ്രൈവിങ്. പല സ്ഥലങ്ങളിലും അല്ലാതെയും പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ന്യൂസിലാൻഡിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസിലാൻഡ് വളരെ വലിയൊരു രാജ്യമൊന്നുമല്ല, ഒരു ചെറിയൊരു ദ്വീപ് രാജ്യമാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ട്രക്ക് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഹെവി ഡ്രൈവിംഗ് കമ്പനികൾ ഫാമിലി ലൈഫിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു ജോലിയുടെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സാൽവേഷ് ബ്രോയോട്, നമ്മുടെ ന്യൂസിലാൻഡിലെ ട്രക്ക് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന സാൽവേഷ് ബ്രോയോട് ന്യൂസിലാൻഡിലെ ഒരു ട്രക്ക് ഡ്രൈവിങ്ങിൻ്റെ ഡ്രൈവിംഗ് അവേഴ്സും അതെങ്ങനെയാണ് ഫാമിലി ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി ആളുകൾക്ക് അറിയാനുള്ള ആഗ്രഹമാണ് ന്യൂസിലാൻഡിലെ ട്രക്ക് ഡ്രൈവറിൻ്റെ ശമ്പളം. ആ കാര്യം കൂടി സാൽവേഷ് ബ്രോ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ സാൽവേഷ് ബ്രോയിലേക്ക് നമുക്ക് പോകാം. 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്കൂർ മസ്റ്റായിട്ട് ബ്രേക്ക് എടുത്തിരിക്കണം അടുത്ത ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ്. ഈ കണ്ടിന്യൂസ് നമ്മൾ 70 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 24 hours മസ്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കണം. ഓക്കെ ഓക്കെ അത് ഇവിടുത്തെ അതൊക്കെ ഒരു കറക്റ്റ് ഫോളോ ചെയ്യും. നമ്മൾക്ക് അതെല്ലാം നമ്മുടെ ലോഗോക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഒത്തിരി ആക്സിഡന്റുകൾ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഫാമിലി ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ നമുക്ക്? ഇവിടെ പല കമ്പനികളും ഓഫർ ചെയ്യുന്നത് വെച്ചാൽ എവരി ഡേ അറ്റ് ഹോം എന്നാണ്. കാരണം വെച്ചാൽ ഇപ്പം എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ തിരിച്ച് വീട്ടിലെത്താമെന്നാണ് കുറെ കമ്പനികൾ അവർ അഡ്വർടൈസ്മെന്റ് ചെയ്ത് തന്നെ അങ്ങനെ വന്നിട്ട് ഡ്യൂട്ടിക്ക് വിളിക്കുന്നത്. ഫാമിലി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. പക്ഷെ എല്ലാവർക്കും ഞാൻ മാക്സിമം ഒരു 12 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ കൂട്ടി അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്താം. അപ്പൊ അത് രീതിയിലാണ് ഷിഫ്റ്റുകളെല്ലാം വരുന്നത്, അറേഞ്ച് ചെയ്തത്. യൂറോപ്പിലൊക്കെ ഒരു പ്രശ്നം ഞാൻ കേട്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്തി വർക്കിംഗ് ആണ്. അതിപ്പോ ഇപ്പൊ പലരും, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ കുറെ പേര് പോളണ്ട്, ജർമ്മനി, ഇറ്റലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അവർ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് അവർ മുഴുവൻ പറയുന്നതും വിളിച്ചു ചോദിക്കുന്നതും മുഴുവൻ ഇതാണ്, ഈ ലോങ് ട്രിപ്പുകളാണ് മുഴുവൻ. അതായത് ഒരു ആഴ്ച പോയി കഴിഞ്ഞാൽ തിരിച്ച് റൂമിലെത്തണേ ഒരാഴ്ച 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് തിരിച്ച് റൂമിലെത്തുന്നത് പറഞ്ഞ്. അപ്പൊ അതാണ് അവരെ കൊണ്ട് പറ്റുന്നത്. അപ്പം ഈ ഫുഡ് കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫാമിലിയോട് പറ്റുന്നില്ല. ഫുഡ് കാര്യങ്ങളെല്ലാം ഭയങ്കര, അത് മെയിനായിട്ട് അവർ ഫുഡാണ് വിഷയം വരുന്നത്. കഴിച്ച് പോകുന്ന വഴിക്കൊന്നും ഫുഡ് ശരിയാകുന്നില്ല. റൂമിൽ വന്നാൽ അത്യാവശ്യം വെക്കുകയെങ്കിലും ചെയ്യാം. ഇത് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിർത്തുന്നിടത്ത് അങ്ങനെ ഫുഡ് വെക്കാനോ ഒന്നും സാഹചര്യങ്ങളില്ലല്ലോ. അതാണ് വേറെ വിഷയം. ഇവിടെ ഇതേപോലെ ലോങ് ട്രിപ്പ് ഉണ്ട്. പക്ഷെ അത് ശരിക്കും ഷിഫ്റ്റ്, അതായത് സ്വാപ്പാണ്, ട്രക്കുകൾ എപ്പോഴും സ്വാപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിപ്പോ പാമിയിൽ നിന്ന് ഇപ്പോൾ ഓക്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് ആണെങ്കിൽ അത് വരുന്നത് വെച്ചാൽ ഓക്ലാൻഡിൽ നിന്ന് ഒരു ഡ്രൈവർ നേരെ ടോപ്പ്, അതായത് നമ്മുടെ ഇതിന് മിഡിൽ ആഴ്ച ടോപ്പാണ് മീറ്റ് ചെയ്യും. അതായത് ഓക്ലാൻഡിൽ നിന്ന് ഒരു ഡ്രൈവർ ടോപ്പ് വരും, ഇവിടുന്ന് പാമിയിൽ നിന്ന് പോകുന്ന ഡ്രൈവർ ടോപ്പ് വരും. അതായത് ടോപ്പ് എന്ന് പറയുന്ന സ്ഥലം അടുക്കാണ്. അപ്പൊ അവിടുന്ന് ട്രക്കോ അല്ലെങ്കിൽ ട്രെയിലറോ സ്വാപ്പ് ചെയ്യും, എന്നിട്ട് നേരെ തിരിച്ച് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ച് ഇവിടെ എത്തും. അവർ എവിടെയാണ് അവരുടെ ഹോം സ്റ്റേ അവിടേക്ക് എത്തുന്നത്. ഓക്കെ. അതേപോലെ തന്നെ സാൽവേഷ് നോർമലി എന്തോരും ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും? നമ്മൾ നോർമലി ഒരു 40 to 50 to 60 വരെ വരുന്നുണ്ട് മാക്സിമം. ചില ആഴ്ച 40. അത് നമ്മുടെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഫാമിലി. അതേപോലെ തന്നെ റഫ്ലി ഈ ന്യൂസിലാൻഡിലെ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ സാലറി എങ്ങനെയാണെന്ന് സാൽവേഷ് ഒന്ന് പറയാമോ? നമ്മൾ ഈ പറഞ്ഞല്ലോ, നമുക്കത് മണിക്കൂറിനാണ് ഇവിടുത്തെ സാലറികൾ വരുന്നത്. അതിപ്പം ഏകദേശം ഇപ്പം 36 വരെ ട്രക്ക് ഡ്രൈവർമാർക്ക്, 36 അല്ല 40 വരെ ഉള്ള സ്ഥലങ്ങളുണ്ട്. 36 നോർമൽ, 36-40 റേഞ്ചിലാണ് ഇപ്പം. ഒരു $30-40 ഇടയ്ക്ക്. അത് എക്സ്പീരിയൻസും കാര്യം അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു മാസം നമുക്ക് ഏകദേശം എത്ര ഡോളർ കിട്ടും?
നമുക്ക് ഏകദേശം ഒരു ഓരോരുത്തർ ഒരു $7,000 വരെ, നാട്ടിലൊരു 3-3.5 ലക്ഷം വരെ ഓ അത്ര സാലറി ഉണ്ടാക്കുന്നവരുണ്ട്. ഓക്കെ, അടിപൊളി. അതായത് അത്രയും വർക്ക് ചെയ്താലാണല്ലോ. ഓക്കെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നല്ല. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് പിന്നെ ടാക്സ് അതിനകത്ത് ടാക്സും പോകും. ഓക്കെ, അടിപൊളി. അതേപോലെ തന്നെ ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ന്യൂസിലാൻഡിലെ പോലീസിന്റെ ഒക്കെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാ? പോലീസിനെ അങ്ങനെ ഇന്ററാക്ട് കാണാറുണ്ടോ? പോലീസ് നമുക്ക് നമ്മുടെ ട്രക്കുകൾ മിക്കപ്പോൾ അവർ ചെക്ക് ചെയ്യാനും, പിന്നെ നമ്മൾക്കത് മറ്റുള്ളവരെ അത്ര അപേക്ഷിച്ച് ട്രക്കുകൾ അത്ര പിടുത്തം കുറവാണ്. പക്ഷേ ഓൾറെഡി നമുക്ക് ചെക്കിംഗ് പോയിന്റുകളുണ്ട്, അവിടെ നിന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പിടിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് നമ്മളെ പിടിക്കുക. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ആണ്, അപ്പോൾ ഇത്രയും ചെറിയ മിസ്റ്റേക്കുകൾ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ എങ്ങനെയാണ് ഭയങ്കര റൂഡും സ്ട്രിക്റ്റും ഒക്കെയാണോ പോലീസ്? അല്ല, പോലീസുകാർ എത്രയോ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരു എന്താ പറയുക, നമ്മളൊരു മുഖം കറുത്ത് വർത്തമാനം പറയുമോ, അങ്ങനത്തെ അവർ ദേഷ്യപ്പെടുക, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് കാര്യം എന്താണോ നമ്മൾക്ക് പറ്റിയത് അത് അവർ വന്ന് അവരുടെ പ്രൊസീജിയറും കാര്യം അവർ ചെയ്തു പോകും. പരിഹാരം കണ്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എവിടെയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ പോലും അവരൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, പഠിക്കാനും എല്ലാത്തിനും ഒരു ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസ്, ട്രക്ക് ഡ്രൈവിങ്ങിൻ്റെ മാത്രമല്ല പല ജോബ് റിലേറ്റഡ് ന്യൂസിലാൻഡിലെ പല കാര്യങ്ങളിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ റെസ്പോൺസ് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് പുതിയ വീഡിയോസ് എന്തെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ട്രക്കിംഗ് കമ്മ്യൂണിറ്റി, ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ ട്രക്കിംഗ് കമ്മ്യൂണിറ്റി, മലയാളി ട്രക്കിംഗ് കമ്മ്യൂണിറ്റി ചെറിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൽവേഷ് ബ്രോയും ഞാനൊക്കെയാണ് അതിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് ജെറിൻ സൈനിങ് ഓഫ്. താങ്ക് യു.